നമസ്കാരം. ഈ തമിഴന്മാർക്ക് എന്താ ഹിന്ദി പഠിച്ചൂടെ എന്നൊരു ചോദ്യം വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിക്കുന്ന എല്ലാവരും ഞങ്ങളെപ്പോലുള്ളവരൊക്കെ എപ്പോഴും കേട്ടുകൊണ്ടിരുന്നൊരു ചോദ്യമാണ്. ഇപ്പോൾ ആ ചോദ്യം വളരെ രൂക്ഷമായി വന്നിരിക്കുകയാണ്. DMK ഭരിക്കുന്ന കാലത്ത് തമിഴ്നാട്ടിൽ ആ ചോദ്യം വളരെ ശക്തിപ്പെട്ട് വരാറുണ്ട്. ഇപ്പോഴാണെങ്കിൽ DMKയിലെ ഇപ്പോൾ അച്ഛൻ കരുണാനിധിയേക്കാളും ശക്തനായ ഒരാൾ എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ പുത്രൻ MK സ്റ്റാലിൻ അധികാരത്തിൽ വന്നതോടുകൂടി തമിഴ്നാട്ടിൽ നിന്ന് കേൾക്കുന്ന ഓരോ ദിവസത്തെയും വാർത്തകൾ ഈ ഒരു പ്രശ്നത്തെ ഉയർത്തുന്നുണ്ട്. ഭാഷാ പ്രശ്നം, ഭാഷാ സ്വത്വം. തമിഴ്നാടിൻ്റെ പ്രശ്നം എന്തുകൊണ്ടാണ് തമിഴ്നാടിൻ്റെ ഹിന്ദി വിരോധം, ഇംഗ്ലീഷിനോടില്ലാത്ത വിരോധം, വിദേശ ഭാഷകളോട് ഇല്ലാത്ത വിരോധം ഇന്ത്യൻ ഭാഷയായ ഹിന്ദിയോട് തമിഴന്മാർ പുലർത്തുന്നുണ്ട്. അതുകൊണ്ട് ഹിന്ദി ഭാഷയ്ക്കെതിരായുള്ള വലിയ സമരങ്ങളുടെ ഒരു ചരിത്രം തമിഴ്നാട്ടിനുണ്ട്. ഇതിന് പല അടിത്തറയുണ്ട്. ഒന്ന് തെക്കും വടക്കുമാണ്. രണ്ട്, സംസ്കാരത്തിലെ ഈ ദ്രാവിഡ ഭാഷകളാണ്. നമ്മൾ തമിഴിൻ്റെ പുത്രന്മാരാണ് ദ്രാവിഡ ഭാഷകളൊക്കെ. തമിഴിൻ്റെ മക്കളാണ് ഈ മലയാളം, തെലുങ്ക്, കന്നഡ ഉൾപ്പെടെയുള്ള ഭാഷകളൊക്കെ. അതുകൊണ്ട് ഈ ദ്രാവിഡ ഭാഷയുടെ ഒരു സ്വത്വം ഉയർത്തിപ്പിടിക്കുന്നുണ്ട് തമിഴന്മാർ. ദ്രാവിഡ സ്വത്വത്തിൻ്റെ കേന്ദ്രമാണ് തമിഴ്നാട് എന്നൊരു അഭിമാനം അവർക്കുണ്ട്. രണ്ട്, ഈ നോർത്ത് ഇന്ത്യൻ ഭാഷകൾ എന്ന് പറയുന്നത് ഹിന്ദി ഉൾപ്പെടെയുള്ള ഭാഷകൾ ദേവനാഗരി ലിപിയിൽ എഴുതപ്പെടുന്ന ഭാഷകളാണ്. ദേവനാഗരി യഥാർത്ഥത്തിൽ സംസ്കൃതത്തിൻ്റെ സന്തതികളായി അവകാശപ്പെടുന്ന ഒരു ഭാഷയാണ്. അതിൽ അങ്ങനെ സംസ്കൃതം എന്ന് പറയുന്നത് ഒരു വരേണ്യവർഗത്തിൻ്റെ, ബ്രാഹ്മണ്യത്തിൻ്റെ ഒക്കെ ഒരു ഭാഷയാണ്. അതുകൊണ്ട് ആഴത്തിൽ വേരുകളുള്ള ചരിത്രമുണ്ട്, സംസ്കാരമുണ്ട്, രാഷ്ട്രീയമുണ്ട് ആ പ്രയോഗത്തിൽ. അതുകൊണ്ട് തമിഴന്മാരെന്നും ഹിന്ദി വിരുദ്ധരാണ്. പുതിയ വിദ്യാഭ്യാസ നയത്തിൽ, നേരത്തെ തന്നെ വിദ്യാഭ്യാസ പദ്ധതിയിൽ ത്രിഭാഷാ പദ്ധതിയുണ്ട്. അത് ഒരു മാതൃഭാഷ, ഇന്ത്യയിലൊട്ടാകെയുള്ളൊരു നയമാണ്, നേരത്തെയുള്ള നയമാണ്. അതിൽ രാജീവ് ഗാന്ധിയുടെ കാലം തൊട്ട് ഈ ന്യൂ എഡ്യൂക്കേഷൻ പോളിസി നമ്മൾ കേൾക്കുന്നുണ്ട്. അതിൽ ത്രിഭാഷാ നയമാണ്. ത്രിഭാഷാ നയം ഏതാണ്? ഒന്ന് മാതൃഭാഷ, രണ്ട് ഒരു ദേശീയ ഭാഷ നമ്മൾ വിളിക്കുന്ന, അങ്ങനെ പ്രയോഗത്തിന് അടിത്തറയൊന്നുമില്ല. ദേശീയ ഭാഷ, രാഷ്ട്രഭാഷ എന്നൊന്നും എവിടെയും ഹിന്ദിക്ക് പേര് കൊടുത്തിട്ടില്ല. അതാണ് ഹിന്ദി ദേശീയ ഭാഷ എന്ന നിലയിൽ പഠിക്കുക. പിന്നെ ഔദ്യോഗിക ഭാഷയെന്നോ ആഗോള ഭാഷയെന്നോ പറഞ്ഞുകൊണ്ട് നമ്മൾ ഇംഗ്ലീഷും പഠിക്കുക. പക്ഷേ തമിഴ്നാട്ടിൽ ഈ നിർദ്ദേശം വന്ന കാലം തൊട്ടേ തമിഴന്മാർ ഇംഗ്ലീഷിനെതിരല്ല, തമിഴിന് ഒട്ടും എതിരല്ല. തമിഴ് മതി അവർക്ക്. എന്നാൽ അതിനിടയിൽ വന്ന ഹിന്ദി അടിച്ചേൽപ്പിക്കുന്നു എന്നാണ് അവർ ആരോപിക്കുന്നത്. ഹിന്ദി അടിച്ചേൽപ്പിക്കാൻ പാടില്ല. എന്തുകൊണ്ടാണ് ഈ ത്രിഭാഷയുടെ അടിത്തറ എന്താണ്? ന്യൂ എഡ്യൂക്കേഷൻ പോളിസിയിൽ അത് കുറേ കൂടി കർശനമായും കുറേ കൂടി വ്യക്തമായും അടിച്ചേൽപ്പിക്കുന്നുണ്ട്. ന്യൂ എഡ്യൂക്കേഷൻ പോളിസിയുടെ തീർച്ചയായിട്ടും കഴിഞ്ഞ കുറേ കാലമായി വിദ്യാഭ്യാസ രംഗത്തേക്ക്, നമ്മുടെ പ്രാഥമിക വിദ്യാഭ്യാസ രംഗത്തേക്ക് ഫണ്ട് വരുന്നത് സമഗ്ര ശിക്ഷ പദ്ധതി പ്രകാരമാണ്. ഈ സമഗ്ര ശിക്ഷ പദ്ധതിയിലെ ഫണ്ട് കിട്ടാൻ നിർബന്ധമായും ത്രിഭാഷാ പദ്ധതി നടപ്പാക്കണം. ത്രിഭാഷ എന്ന് പറഞ്ഞാൽ തമിഴന്മാർ തമിഴ് പഠിപ്പിക്കണം തീർച്ചയായും, 2 ഹിന്ദി പഠിപ്പിക്കണം, 3 ഇംഗ്ലീഷും പഠിപ്പിക്കണം. ത്രിഭാഷാ പദ്ധതി അംഗീകരിക്കാത്തവർക്ക് ഈ കേന്ദ്രത്തിൻ്റെ വലിയ ഫണ്ടാണ് SSK, ഈ സമഗ്ര ശിക്ഷാ ഫണ്ട്, അത് കൊടുക്കുകയില്ല തീരുമാനിച്ച് തടഞ്ഞു വെച്ചിരിക്കുകയാണ്. അത് കേരളം അനുഭവിക്കുന്നുണ്ട്, തമിഴ്നാടും അനുഭവിക്കുന്നുണ്ട്, മറ്റു പല സംസ്ഥാനങ്ങളും അനുഭവിക്കുന്നുണ്ടാവും. പക്ഷേ തമിഴ്നാട് ഇപ്പോൾ ഒരു വിട്ടുവീഴ്ചയും ഇല്ലാത്ത കേന്ദ്രവിരുദ്ധ പ്രക്ഷോഭങ്ങളുടെ കൂട്ടത്തിൽ എല്ലാ കാര്യത്തിലും അതുണ്ട്. കേന്ദ്രവിരുദ്ധ പ്രക്ഷോഭം എല്ലാ കാര്യത്തിലും അവർക്ക് ഇപ്പോൾ അതിലൊക്കെ തന്നെ ഒരു തമിഴ് സ്വത്വം അവർ ഉയർത്തിപ്പിടിക്കുന്നുണ്ട്. അത് എത്രയോ തവണ നമ്മൾ കണ്ടതാണ്. നമുക്ക് ക്ലാസിക്കൽ ഭാഷാ പദവിയെക്കുറിച്ചുള്ള ചർച്ചകൾ നമ്മളത് കണ്ടു. തമിഴിൻ്റെ സ്റ്റാറ്റസിനെ കുറിച്ചുള്ള ചർച്ചകൾ നമ്മളത് കണ്ടു. നമ്മൾ ഇപ്പോൾ ഡീലിമിറ്റേഷൻ, ഇപ്പോൾ പാർലമെൻ്ററി മണ്ഡലങ്ങൾ വിഭജിക്കുന്നതിനെ കുറിച്ചുള്ള ചർച്ചകൾ അത് കണ്ടു. എല്ലായിടത്തും ഈ ഒരു ദ്രാവിഡ സ്വത്വം, തെക്കൻ സ്വത്വം, തെക്ക് വടക്ക്, ദ്രാവിഡ ബ്രാഹ്മണ, ഇതുണ്ട് തീർച്ചയായിട്ടും. അപ്പോൾ ഇപ്പോഴത്തെ വാദത്തിലും അതുണ്ട്. ആ വാദം ഹിന്ദി ഈ ദേവനാഗരി കുടുംബത്തിൽപ്പെട്ടതാണ്. ദേവനാഗരി കുടുംബത്തിൻ്റെ അമ്മ സംസ്കൃതമാണ്. സംസ്കൃതം ഒരു ബ്രാഹ്മണ വരേണ്യ ഭാഷയാണ് എന്ന നിലനിൽക്കുന്ന ഒരു ചരിത്രബോധത്തിലാണ് തമിഴ്നാട് ദ്രാവിഡ രാഷ്ട്രീയത്തിൻ്റെ കേന്ദ്രമായ തമിഴ്നാട് ഇതിനെതിരായി ശബ്ദിച്ചുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് എന്താണ്? ത്രിഭാഷാ പദ്ധതി പ്രകാരം ഒരു ഇന്ത്യൻ ഭാഷ, ഒരു മാതൃഭാഷ പഠിക്കണം. നമ്മുടെ എല്ലാവരും മാതൃഭാഷ പഠിക്കണം, നിർബന്ധമാണ് ത്രിഭാഷാ പദ്ധതിയിൽ. രണ്ടാമത്തെ ഭാഷയായിട്ട് മാതൃഭാഷയല്ലാത്ത മറ്റൊരു ഇന്ത്യൻ ഭാഷ പഠിക്കണം. ഏതെങ്കിലും ഇന്ത്യൻ ഭാഷ എന്ന് പറഞ്ഞാൽ നമ്മുടെ പാർലമെൻറ്റ് അംഗീകരിച്ചിരിക്കുന്ന ദേശീയ ഭാഷകൾ, ഇന്ത്യൻ ഭാഷകൾ 22 ഭാഷകൾ പാർലമെൻറ്റ് അംഗീകരിച്ച ദേശീയ ഭാഷകളാണ്, ദേശീയ ഭാഷാ പദവിയുള്ള ഭാഷകളാണ്. അല്ലാതെ ഹിന്ദിക്ക് പ്രത്യേകമായിട്ടൊരു രാഷ്ട്രഭാഷ, ദേശീയ ഭാഷ അങ്ങനെ പദവിയൊന്നുമില്ല. പക്ഷേ
ഈ രണ്ടാം ഭാഷ എന്ന് പഠിപ്പിക്കേണ്ടത് നിർബന്ധമായും ഹിന്ദിയാണ് എന്ന് പുതിയ ന്യൂ എഡ്യൂക്കേഷൻ പോളിസിയിൽ നിർബന്ധിക്കുന്നുണ്ട്. അതിനെയാണ് തമിഴ്നാട് ശക്തിയുക്തം എതിർക്കുന്നത്. അതാണൊരു കാര്യം. രണ്ടാം ഭാഷ. മൂന്നാമത്തെ ഒരു ഭാഷ ആണ് തീർച്ചയായിട്ടും നമ്മൾ ഔദ്യോഗിക ഭാഷ എന്ന് വിളിച്ചാലും ആഗോള ഭാഷ എന്ന് വിളിച്ചാലും ഇംഗ്ലീഷ് പഠിപ്പിക്കണം. അത് നിർബന്ധമാണ്. അതിനെ ആരും എതിരല്ല. പണ്ട് വരേണ്യ ഭാഷ എന്നൊക്കെ വിളിച്ച് എതിർത്തിരുന്നവർ പോലും ഇപ്പോൾ അതിനെ വിദേശ ഭാഷയായിട്ട് കാണുന്നില്ല, വരേണ്യ ഭാഷയായിട്ട് കാണുന്നില്ല. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ സാധാരണക്കാർക്ക് പോലും അത് ലഭ്യമായിരിക്കുന്നു. ഇന്ത്യ എത്രയോ കാലമായി ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നതിൽ വിജയിച്ചിരിക്കുന്നു. മാത്രമല്ല ആഗോള ഭാഷ പണ്ടത്തേക്കാൾ കൂടുതൽ ആവശ്യമുള്ള, ലോകമെങ്ങും സഞ്ചരിക്കുന്ന, തൊഴിൽ തേടിപ്പോകുന്ന ഒരു സമൂഹമായി ഇന്ത്യൻ സമൂഹം മാറിയിട്ടുണ്ട്. അതുകൊണ്ട് ആരും ഇംഗ്ലീഷിനെതിരല്ല, ഹിന്ദിക്കെതിരാണ്. എന്തുകൊണ്ട് ഹിന്ദിക്കെതിരാണെന്ന് ചോദിച്ചാൽ ഒരു പ്രധാനപ്പെട്ട കാരണം ഈ പറഞ്ഞ രാഷ്ട്രീയമാണ്, ദ്രാവിഡ ബ്രാഹ്മണ രാഷ്ട്രീയമാണ്. ഒന്ന്. രണ്ട്, ഒരു പ്രധാനപ്പെട്ട തർക്കം പ്രധാനപ്പെട്ട ഭാഷാ വിദഗ്ധന്മാരൊക്കെ ഉന്നയിക്കുന്നുണ്ട്. ഒരു പുതിയ ഭാഷ കൂടി കൊച്ചു പ്രായത്തിൽ, ഇപ്പോൾ പ്രൈമറി വിദ്യാഭ്യാസ കാലത്ത് മാതൃഭാഷ കുട്ടിക്കറിയാം. ഒരു ആഗോള ഭാഷ ഇംഗ്ലീഷ് നിർബന്ധമായും ആ കുട്ടി പഠിക്കുകയും ചെയ്യുന്നു. അതിനിടയിലേക്ക് മൂന്നാമതൊരു ഭാഷ കൂടി വേണമോ? ത്രിഭാഷാ പദ്ധതി എന്ന് പറയുന്നത് തന്നെ പൊളിച്ചെഴുതേണ്ടതല്ലേ? അനാവശ്യമല്ലേ? അമിതഭാരമല്ലേ? അമിതഭാരം കുട്ടികൾക്ക് മാത്രമല്ല, അത് പഠിപ്പിക്കാൻ റിസോഴ്സ് വേണം, അധ്യാപകരെ വെക്കണം. ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ അധ്യാപകരെ വെക്കുന്നത് പോലെ, മാതൃഭാഷ പഠിപ്പിക്കാൻ അധ്യാപകരെ വെക്കുന്നത് പോലെ ഹിന്ദി ഭാഷാ അധ്യാപകരെയും വെക്കണം. എത്രയോ കാലമായിട്ട് കേരളം അത് അനുഭവിക്കുന്നുണ്ട്, കാണുന്നുണ്ട്. അതുകൊണ്ട് ഹിന്ദിക്ക് വേണ്ടി, ഒരു മൂന്നാം ഭാഷയ്ക്ക് വേണ്ടിയുള്ള ഭാരം ഈ പ്രാഥമിക വിദ്യാഭ്യാസത്തിന് ആവശ്യമുണ്ടോ എന്ന ചോദ്യമാണ് ഒന്ന്. ഇനി പഠിപ്പിക്കുകയാണെങ്കിൽ അതാണൊരു പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ തെക്കേ ഇന്ത്യയിൽ പഠിപ്പിക്കേണ്ടി വരുന്നത്, തെക്കേ ഇന്ത്യ ഈ ദ്രാവിഡ ഭാഷ, പ്രത്യേകിച്ച് കേരളം, തമിഴ്നാട്, ആന്ധ്ര, കർണാടക ഒക്കെ ഈ ദ്രാവിഡ ഭാഷാ കുടുംബത്തിലെ ഭാഷകളാണ് നമ്മുടെ മാതൃഭാഷ. അതുകൊണ്ട് മലയാളിക്ക് മലയാളം പഠിക്കണം. രണ്ടാമതൊരു ഭാഷ ഈ പഠിക്കണമെന്ന് പറയുന്ന ഹിന്ദിയാണ്. അത് ദേവനാഗരി ലിപിയിൽപ്പെട്ട ഭാഷയാണ്. അത് പഠിച്ചൂടെ? അത് പഠിച്ചാൽ അത് പഠിക്കാൻ കേരളം സമ്മതിക്കുന്നുണ്ട്. നമുക്കതിനോട് വിരോധമൊന്നുമില്ല. അത് പഠിച്ചാൽ ഒരു ഗുണം, അതിന് ഒരു ദേശീയ സ്വഭാവമുണ്ട്. നോർത്ത് ഇന്ത്യയിൽ മുഴുവൻ സഞ്ചരിക്കാൻ. നോർത്ത് ഇന്ത്യയിൽ മാത്രമല്ല, പാകിസ്ഥാനിൽ, അഫ്ഗാനിസ്ഥാനിൽ, ഇറാൻ, പേർഷ്യൻ ഭാഷ എന്ന് പറയുന്നത് ഈ ഹിന്ദി, ഉറുദു ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട ഭാഷയാണ്. ഇന്തോനേഷ്യ, ലോകത്തെ ഒരുപാട് രാജ്യങ്ങൾക്ക് ഈ സ്വീകാര്യമായ, ഒരുപക്ഷെ അവിടെയൊക്കെ നമുക്ക് യാത്ര ചെയ്യാനും സഞ്ചരിക്കാനും ജോലി ചെയ്യാനും ഒക്കെ പാകപ്പെട്ടൊരു ഭാഷയാണ് ഹിന്ദി. അതുകൊണ്ട് ഹിന്ദി പഠിച്ചൂടെ നമ്മൾ ചോദിക്കുന്നുണ്ട്. പക്ഷേ അടുത്ത വാശിയോടെ ഞങ്ങൾ ഹിന്ദി പഠിക്കുകയില്ല എന്ന് തമിഴന്മാർ പറയുന്നതിൻ്റെ അടിത്തറ എന്താണ്? അതിനവർ പറയുന്നത്, അവർ വടക്കോട്ട് നോക്കുകയാണ്. അപ്പോഴും എന്ത് പറഞ്ഞാലും അവർ വടക്കോട്ട് നോക്കും ആദ്യം. അപ്പോൾ അവർ ചോദിക്കുന്നത് വടക്കേ ഇന്ത്യൻ സ്കൂളുകളിൽ എന്താണ് പഠിക്കുന്നത്? ഉദാഹരണം, ഗുജറാത്തിലെ ഒരു കുട്ടി ഈ ത്രിഭാഷാ പദ്ധതി എടുക്കുന്നു, അല്ലെങ്കിൽ ഒറീസയിലൊരു കുട്ടി ഈ പദ്ധതി എടുക്കുന്നു, ബീഹാറിലൊരു കുട്ടി ഈ പദ്ധതി എടുക്കുന്നു. എന്താണ് സംഭവിക്കുന്നത്? അവരുടെ മാതൃഭാഷ, ഇപ്പോൾ ഒറീസയിലാണെങ്കിൽ ഇപ്പോൾ ഒഡീഷ അവരുടെ ഭാഷയാണ്, അത് പഠിക്കുന്നു, മാതൃഭാഷ സമ്മതിച്ചു. അത് കഴിഞ്ഞാൽ അവർക്ക് കിട്ടുന്ന രണ്ടാം ഭാഷ ഹിന്ദിയാണ്. ഹിന്ദി അവർക്ക് മറ്റൊരു ഭാഷയല്ല, അവരുടെ മാതൃഭാഷയുടെ ഒരു ചെറിയ വകതിരിവ് മാത്രമാണ്. കാരണം ദേവനാഗരി ലിപിയിൽ എഴുതുന്ന ഏതാണ് വളരെ അടുത്ത് നിൽക്കുന്ന ഗുജറാത്തി ഭാഷയോടും ഈ ഒറിയൻ ഭാഷയോടും വളരെ അടുത്ത് നിൽക്കുന്ന ഭാഷയാണ്. അതാണ് ഒന്നാമത്തെ കാര്യം. അവർക്ക് കിട്ടുന്ന ഹിന്ദി എന്നത് അവരുടെ മാതൃഭാഷ തന്നെയാണ്. അതാണ് ഒന്ന്. വേറൊന്നുകൂടി വടക്കേ ഇന്ത്യയിൽ കൊടുത്തിട്ടുണ്ട്. മാതൃഭാഷയ്ക്ക് പുറമെ ഇപ്പോൾ സ്വാഭാവികമായിട്ടും കൊടുത്തിരിക്കുന്ന ഒരു ഓപ്ഷൻ, ഇപ്പോൾ ഗുജറാത്തിയും ഹിന്ദിയും ഏതാണ്ട് ഒന്നാണല്ലോ, ഒറിയയും ഹിന്ദിയും ഏതാണ്ട് ഒന്നാണല്ലോ എന്ന് പറയുമ്പോൾ അതിനൊരു ഓപ്ഷൻ കൂടി കൊടുത്തിട്ടുണ്ട് ഈ പുതിയ വിദ്യാഭ്യാസ പദ്ധതിയിൽ. അതെന്താണ്? രണ്ടാം ഭാഷയായിട്ട് സംസ്കൃതം പഠിച്ചോളൂ എന്ന് പറഞ്ഞാൽ ഈ നോർത്ത് ഇന്ത്യൻ ഹിന്ദി ബെൽറ്റിലെ മുഴുവൻ ഭാഷകളുടെയും അമ്മ എന്ന് വിളിക്കുന്ന നമ്മുടെ വേദഭാഷയായ സംസ്കൃതം പഠിക്കണം, അവർക്ക് പഠിക്കാം. അപ്പോൾ ബ്രാഹ്മണ വരേണ്യവർഗത്തിൻ്റെ ഭാഷയായ സംസ്കൃതം വളരെ സമർത്ഥമായി കൊണ്ടുവന്ന് ഏൽപ്പിക്കാനുള്ള, അത് നേരിട്ട് സംസ്കൃതം പഠിച്ചോളൂ എന്ന് തെക്കേ ഇന്ത്യക്കാരോട് പറയുന്നതിന് പകരം അതിൻ്റെ പുത്രിയായ ഹിന്ദി പഠിച്ചോളൂ, അതുവഴി അടിച്ചേൽപ്പിക്കുന്നത് ഒരു ബ്രാഹ്മണ മേധാവിത്വം തന്നെയാണ്. ഈ ആര്യ ബ്രാഹ്മണ വരേണ്യ മേധാവിത്വമാണ് അടിച്ചേൽപ്പിക്കുന്നത്. അത് രാഷ്ട്രീയമായ ഒരു അടിമത്തം കൂടിയാണ്, സാംസ്കാരികമായ അടിമത്തം കൂടിയാണ് എന്നാണ് നമ്മുടെ തമിഴന്മാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. തമിഴന്മാർ പക്ഷേ ആ പോരാട്ടം തുടരുന്നുണ്ട്, വിട്ടുവീഴ്ചയില്ലാതെ മുന്നോട്ട് പോകുന്നുണ്ട്. ഏറ്റവും ഒടുവിലത്തെ തെളിവ് തമിഴ്നാട്ടിൽ വന്ന പുതിയ ബജറ്റാണ്. കഴിഞ്ഞ ദിവസം തമിഴ്നാട് നിയമസഭയിൽ ബജറ്റ് അവതരിപ്പിച്ചുകൊണ്ട് അവിടുത്തെ ധനകാര്യമന്ത്രി തങ്കം തെന്നരശു
വലിയ കയ്യടി നേടി. അവർ പറഞ്ഞത്, അദ്ദേഹം പറഞ്ഞ ആദ്യത്തെ പ്രഖ്യാപനം, വിദ്യാഭ്യാസ രംഗത്ത് ത്രിഭാഷാ പദ്ധതി നടപ്പാക്കാത്തതുകൊണ്ട്, ഹിന്ദി പഠിപ്പിക്കുകയില്ല എന്ന നയം സ്വീകരിച്ചതുകൊണ്ട് കേന്ദ്രം തമിഴ്നാടിന് കൊടുക്കേണ്ടിയിരുന്ന 2152 കോടി രൂപ തടഞ്ഞു വെച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് വേണ്ട, നിങ്ങളെടുത്തോ കേന്ദ്രമേ നിങ്ങളെടുത്തോ. ആ പണം അത് പല പദ്ധതികളിലും പെടുത്തി അധ്യാപകർക്ക് ശമ്പളം കൊടുക്കാനുള്ളതാണ്, സ്കൂളുകളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാനുള്ളതാണ്. നിങ്ങളത് അടഞ്ഞു വെച്ചോ, ഞങ്ങൾക്ക് വേണ്ട. ആ 2152 കോടി രൂപ കേന്ദ്ര ഫണ്ടിനെ ഞങ്ങൾ എഴുതി തള്ളി, ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങളതിന് പകരം ഫണ്ട് ഞങ്ങളുടെ തന്നെ ഓൺ ഫണ്ടിൽ നിന്ന്, തമിഴ്നാടിൻ്റെ ഓൺ ഫണ്ടിൽ നിന്ന്, സ്വന്തം ഫണ്ടിൽ നിന്ന് ഞങ്ങൾ വകവീർത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോഴാണ് വലിയ കയ്യടി കിട്ടിയത്. മാത്രമല്ല, വിദ്യാഭ്യാസ രംഗത്തിന് സ്വന്തം ഫണ്ട് വലിയ കൂട്ടി അവതരിപ്പിച്ചിട്ടുണ്ട്. ഈ കൊല്ലത്തെ വിദ്യാഭ്യാസ ബജറ്റ് 47,000 കോടിയാണ്. അപ്പോൾ തമിഴ്നാട് അതിൻ്റെ പണി ചെയ്യുന്നുണ്ട്. അവർ സ്വന്തം ഫണ്ട് കണ്ടെത്തി വിദ്യാഭ്യാസ രംഗത്ത് മുന്നോട്ട് പോകുന്നുണ്ട്, കേന്ദ്രത്തിൻ്റെ പദ്ധതികളെ എതിർക്കുന്നുണ്ട്. അതാണ് ഇപ്പോഴത്തെ ഒരു പ്രധാനപ്പെട്ട വാർത്ത. എന്നാൽ കേരളം തമിഴ്നാടിനോടൊപ്പം എല്ലാ പോരാട്ടങ്ങളിലും കേന്ദ്രവിരുദ്ധ പോരാട്ടം നടത്തണം നമുക്ക് ആഗ്രഹമുണ്ട്. അത് നമ്മളും പതിവ് പോലെ തമിഴ്നാട് ചെയ്തതുപോലെ ന്യൂ എഡ്യൂക്കേഷൻ പോളിസിയെ നമ്മൾ എതിർത്തു. തുടക്കത്തിൽ ത്രിഭാഷാ പദ്ധതിയെ നമ്മൾ എതിർത്തു. ത്രിഭാഷാ പദ്ധതി വേണ്ട, ദ്വിഭാഷാ പദ്ധതി മതി, 2 ഭാഷ മതി എന്ന് നമ്മൾ ഒരിക്കലും നമുക്ക് പറയാൻ നാക്കു പൊങ്ങിയിട്ടില്ല. അതിൻ്റെ കാരണം സാമ്പത്തികമാണ്. നമുക്ക് സ്വയം പൊങ്ങി നിൽക്കാനുള്ള കരുത്തില്ല എന്നതുകൊണ്ടാണ്. അതുകൊണ്ട് നമ്മൾ പുതിയ വിദ്യാഭ്യാസ പദ്ധതിയെ എതിർക്കുകയും കേന്ദ്രം കണ്ണുരുട്ടിയപ്പോൾ ഫണ്ട് തരികയില്ല എന്ന് പറയേണ്ട താമസമേ ഉണ്ടായിരുന്നുള്ളൂ. മുഴുവൻ പഞ്ചപുച്ഛമടക്കി ന്യൂ എഡ്യൂക്കേഷൻ പോളിസി അംഗീകരിക്കുകയും ചെയ്തു എന്നതാണ്. അതിൻ്റെ മെറിറ്റിനെ കുറിച്ച് വേറെ ചർച്ച ചെയ്യാം. പക്ഷേ നമുക്ക് ശേഷിയില്ലായ്മ വളരെ പ്രകടമാണ്. തമിഴ്നാടിനോട് യോജിച്ചുകൊണ്ട് കേന്ദ്രവിരുദ്ധമായ ഒരു പ്രക്ഷോഭം വിദ്യാഭ്യാസ രംഗത്തും ആവശ്യമുണ്ട് എന്നൊക്കെ കേരളത്തിന് തോന്നുന്നുണ്ട്. പക്ഷേ നിവൃത്തിയില്ല. തമിഴന്മാരെ, നിങ്ങൾ സമരവുമായി മുന്നോട്ട് പോയിക്കൊള്ളൂ. കാരണം നിങ്ങളെപ്പോലെ പൊരുതാനുള്ള സാമ്പത്തിക ശേഷി ഞങ്ങൾക്കില്ല എന്ന് കേരളം വളരെ ദയനീയമായ ഒരു മുഖത്തോടെ വെളിപ്പെടുത്തുന്ന സന്ദർഭം കൂടിയാണിത്. അതുകൊണ്ട് തമിഴന്മാർക്ക് എന്താ ഹിന്ദി പഠിച്ചൂടെ എന്ന് ചോദിച്ചാൽ ഞങ്ങൾക്ക് പഠിക്കാൻ മനസ്സില്ല എന്ന് തമിഴന്മാർ പറയുന്നു. ഹിന്ദി പഠിക്കാതിരുന്നാൽ കേന്ദ്ര ഫണ്ട് തരികയില്ല എന്ന് പറഞ്ഞാൽ കൊണ്ടുപോടോ എന്ന് തമിഴ്നാട് വിളിച്ചു പറയുന്നു. ഈ തമിഴൻ മാതൃക ഒരു ഫെഡറൽ സംവിധാനത്തിന് എന്തുമാത്രം ഗുണകരമാണ്, രാജ്യത്തിൻ്റെ മൊത്തം പുരോഗതിക്ക് എന്തുമാത്രം ഗുണകരമാണ് എന്ന ചിന്ത തീർച്ചയായിട്ടും പ്രസക്തമാണ്. എന്നാൽ ഈ അടിസ്ഥാനപരമായ ചോദ്യം, 3 ഭാഷകൾ നിർബന്ധമായി നമ്മളെ കുട്ടികളെ അടിച്ചേൽപ്പിക്കേണ്ടതുണ്ടോ? ഇനി ഉണ്ടെങ്കിൽ തന്നെ അത് ഇഷ്ടമുള്ള ഭാഷയായി ഓരോ സംസ്ഥാനത്തിന് തിരഞ്ഞെടുക്കാനുള്ള ഒരു അവകാശം ഉണ്ടാകുന്നതല്ലേ ശരി? തുടങ്ങിയ അടിസ്ഥാന ചോദ്യങ്ങളിലേക്ക് തമിഴ്നാടിൻ്റെ ഈ ഉറച്ച നിലപാട് നമ്മുടെ വിദ്യാഭ്യാസ വിചക്ഷണന്മാരെ ചിന്തിക്കാൻ പ്രേരിപ്പിക്കട്ടെ. നമ്മുടെ വിദ്യാഭ്യാസത്തിൽ താല്പര്യമുള്ള എല്ലാവരും ആ വഴിക്ക് ചിന്തിക്കാനും ഇന്നല്ലെങ്കിൽ നാളെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ വിദ്യാഭ്യാസ പദ്ധതിയിൽ അനിവാര്യമായ മാറ്റങ്ങൾ വരുത്താനും ഈ ആലോചനകൾ പ്രയോജനപ്പെടട്ടെ എന്ന ആശംസയോടെ ഞാൻ അവസാനിപ്പിക്കുന്നു. നമസ്കാരം.